ലീവ് ഇറ്റ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സർജറി മസ്റ്റാണ്. 2 ദിവസമായി ഞാൻ ഇവിടുന്ന് പോയിട്ട് സ്റ്റുഡിയോയിൽ ഭയങ്കരമായിട്ട് ഹെൽഡപ്പായിരുന്നു. ഹായ്, ഇത് കല്യാണി, റസിയ. ജീവിതം പാട്ടിലാക്കലല്ലേ? അറിയാം. ഹലോ. അതൊക്കെ ഉണ്ട്. എത്രയാണ്? ഒരു 10,000 എന്തെങ്കിലും വാങ്ങിക്കടാ. 500. 500 പേടിഎം ഉണ്ടാവോ? അതൊന്നുമില്ല എന്റെ മോനെ. അപ്പൊ കാശില്ലേ? കാർഡ് എടുക്കും. ആ കാർഡ് എടുക്കും. അതെ, പൈസ തന്നിട്ട് കൊണ്ടോട്ടെ. ചേട്ടൻ പൈസ ഉണ്ടാ? ആ ക്യാഷ് ഉണ്ടാവും. ക്യാഷ് എന്താ ആ കാർഡ് ഉണ്ടേ. പോരട്ടാ. റീചാർജ് ചെയ്യാൻ പോണ് എന്റെ തമ്പിക്കുടിയോ. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ഞങ്ങളിന്നലെ പയ്യനെ കണ്ടു. ഇനി അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല സാർ. ഞങ്ങള് വെൽ പ്ലാൻഡ് ആണ് അല്ലേ? നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മേടിക്കണ്ട. ഹലോ. എന്ത് വെൽ പ്ലാനിങ്? മിണ്ടാതിരിക്കാതെ കേൾക്കൂ. ഞാൻ വിളിക്കാം. ഈ മനീഷിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ല വഴി അവൻ്റെ സ്റ്റുഡിയോ ആണ്. അവൻ ഈ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ്. അവൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി വൈകും. മനസ്സിലായി? മനസ്സിലായി. 91.6 FM ജീവിതം പാട്ടിലാക്കൂ. അവൻ ഇൻഡിക്കേറ്റർ ഇട്ടല്ലോ. അവൻ ഒറ്റക്കായിരിക്കുമല്ലോ അല്ലേ? കണ്ടറിഞ്ഞൂടെ അവൻ ഒറ്റയ്ക്കാണോ അല്ലേ എന്നുള്ളത്. ആ, നമുക്ക് കയറി നോക്കാം. വാ. ആവശ്യം നോക്കണ്ട. രണ്ട് ചായ. ചേട്ടന്മാരെ ഹായ്, ഇവിടെ ഇരിക്കാം. ഇരിക്ക്. ഞാൻ കാപ്പിയാ പറഞ്ഞത്. ഞങ്ങള് ചായ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരുമിച്ചാണല്ലോ. ആ ചുമ്മാ ഇറങ്ങിയതാ. എന്താ ചെയ്യുന്നത്? ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. എൻ്റെ പേര് ഗിരീത്. ക്ലീറ്റസ്. ഞാൻ മനീഷ്, RJ ആണ് ഇവിടെ മർക്കോണി FM-ല്. ജീവിതം പാട്ടിലാക്കുന്നു. ജീവിതം പാട്ടിലാക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ ദിവസം മനീഷിനെ കണ്ടിരുന്നു. എവിടെ? ആ ജംഗ്ഷനിൽ വെച്ചൊരു ATM-ന്റെ ഫ്രണ്ടിൽ. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു ഡെസ്റ്റിൻ റിലേറ്റീവാണ്, സുഖുവേട്ടൻ. ആളെന്നെ കുഞ്ഞിലും ഒത്തിരി എടുത്തോണ്ടൊക്കെ നടന്നിട്ടുള്ളതാ. ഇനി എന്താ പരിപാടി? നേരെ ഫ്ലാറ്റിലേക്ക് തന്നെ. ഹോംവർക്ക് ഉണ്ട് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി. അത്ര തന്നെ. പരിപാടി ഇടയ്ക്ക് ഞങ്ങൾ കേൾക്കാറുണ്ട്. നല്ലതാ. താങ്ക് യു. നമ്മൾ സിൻസിയറായിട്ട് എന്ത് കാര്യം ചെയ്താലും അത് നന്നാവും അല്ലേ? അത് കറക്റ്റാ. ചെയ്യുന്ന ജോലി എന്തായാലും നമുക്കതിനോടൊരു സ്നേഹം തോന്നണം. എന്നാലേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? എല്ലാ ജോലിയും അങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെന്നില്ല. അല്ല, ഈ റോഡ് പണിയൊക്കെ ഉണ്ടല്ലോ, അതാരെങ്കിലും ആസ്വദിച്ച് ചെയ്യുന്ന ഗതികേട് കൊണ്ടല്ലേ ചെയ്യുന്നത്? ലോകത്ത് മുഴുവൻ റോഡുണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. മനീഷല്ലേ ഇത്? ഹായ് ഹായ് ഹായ്. ഹായ്. കുറെ ഫീമെയിൽ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പാട്ടത് ഗെയിം. ഞാനതങ്ങനെ കെയർ ചെയ്യാറില്ല, പക്ഷെ നമുക്കല്ലേ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. എന്തത്? സിസ്റ്റേഴ്സ്, അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടേ. അപ്പോൾ
എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങ. നമുക്കൊന്ന് അടിച്ചു വിളിക്കാം. കഴിക്കൂ. വല്ലപ്പോഴും. ചേട്ടാ ഇതൊന്ന് എഴുതിയേക്കണേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ? വണ്ടിയുണ്ട്. കാണാം അപ്പോൾ. ശരി. ചെക്കനൊരു പ്രത്യേക ടൈപ്പല്ലേ? ഈ ചിക്കനുണ്ടോ സാറ്? കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്തെളുപ്പല്ലേ? കാര്യങ്ങൾ എളുപ്പമാനും ബുദ്ധിമുട്ടല്ലേ? നല്ല ഒറിജിനൽ സാധനമാണ്. മിലിറ്ററി. അടി അടി. കുറച്ചുകൂടെ വിളിച്ചോ. എങ്ങനെയുണ്ട്? അതാണ് മിലിറ്ററി. എനിക്കിതെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി നല്ല സാധനമാണ്. മിലിറ്ററി ചേർന്നാ മതിയായിരുന്നു. ഒരെണ്ണം കൂടി ഒഴിക്കും. നിർത്തുന്നു തുടങ്ങുന്നു എന്നിട്ടൊന്ന് കോപ്പം നിർത്തിയേ. നിർത്തിയടാ. ഇതൊന്ന് ഇതോടെ നിർത്തിയത്. നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവില്ല. ഇത് മിലിറ്ററി അടഞ്ഞേക്കാം. പിന്നെ മിലിറ്ററിയാണ് കുളിട്ടറിയാന്ന് ഓരോരുത്തർ കാലത്തിന് ഇറങ്ങിക്കോളും. അത് സാരില്ല മോനെ, എന്തോ എന്റെ പേര്? ജോസ്മാൻ. ജോസ്മോനെ, എന്റെ ഒരു സുഹൃത്തെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയടാ. നീ വരുന്നോ? നിന്നെ അവിടെ ചേർക്കാം. എനിക്ക് താല്പര്യമൊന്നുമില്ല. എടാ 400 രൂപ കിട്ടോടാ ഒരു ദിവസം. എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞില്ല. പിന്നെ ഒന്ന് കോപ്പ മനുഷ്യനാടാ. അവന് താല്പര്യമില്ല. അവൻ പ്രമാണി. തമ്പി ചേട്ടാ, എന്റെ സ്കൂട്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലേ? ആയിരിക്കും. അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു ആലോചന. എന്തിന്? നിനക്ക് വൈറ്റ് ചേരില്ല. അതെന്താ? ബ്ലാക്ക് മതി. നീ രാത്രിയിൽ ഇങ്ങനെ സഞ്ചാരമൊക്കെ ഉള്ള ആളല്ലേ. അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട, ബ്ലാക്ക് മതി. തമ്പിയണ ആ ക്ലീറ്റിസടം വരാൻ നേരായിട്ടാ. വെറുതെ വായിലൊക്കെ തെറിയാക്കണ്ടാ. ഒരു രണ്ടെണ്ണം അടുപ്പിച്ച് വിളിച്ചേ. ക്ലീറ്റസ് വരുവോ? ക്ലീറ്റസ് ഒന്നും വരില്ല. നീ എവിടെ? സത്യത്തിൽ ഞാൻ വന്നത് അതിനല്ല. ഒഴിച്ചോ. ഞാൻ ഓർക്കായിരുന്നു തമ്പിച്ചേട്ടാ, നിങ്ങളും ദേ ഈ ചെറുക്കനും കാളകളെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുക. നിങ്ങളുടെ ബോസുമാരില്ലേ, ആ ക്ലീറ്റസും ഗിരിയും, അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പിൽ കറങ്ങി നടക്കുക. ക്ലീറ്റസ് വലിയ കുഴപ്പക്കാരനൊന്നും അല്ല, പക്ഷെ ആ ഗിരി ഉണ്ടല്ലോ, അവൻ വിടക്ക. സത്യത്തിൽ രണ്ടും ചെറ്റകളാ. അവന്മാർക്ക് അവന്മാരുടെ കാര്യമുള്ളൂ. എന്നാൽ ഇവന്മാർക്ക് എവിടുന്നാ ഇത്രയും പൈസ വന്നെന്നാ ഞാൻ ഈ ആലോചിക്കുന്നു. നല്ല തട്ടിപ്പായിരിക്കും. നീ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഈ ചളുക്ക വിൽക്കും വെച്ച് എന്നോട് ഈ വക ഊള വർത്തമാനം പറയുന്നത് എന്തിനാന്ന് എന്നോട് ഇപ്പൊ പറയാം. എന്നോട് പറയണ്ടേ? അല്ല ഒന്നുമില്ല, ഞാൻ എടുത്തറിയണത് കൊണ്ടുപോണത്. എന്റെ രാത്രി കെട്ടി പറയാൻ പറഞ്ഞിട്ടാ. അവൻ ഊമയായി പോട്ടെ പറയും ഞാൻ. എന്നാലും ആ മിലിറ്ററി കൊടുക്കണ്ടായിരുന്നില്ലടാ. നിങ്ങളൊരു കാലത്ത് വന്നവര് പണ്ടാറം പിടിക്കാനായിട്ട്. വിളിക്കടോ. ഹലോ മനീഷേ, ഞാൻ ക്ലീറ്റസ് ആണ്. സോറി, മനസ്സിലായില്ല കേട്ടോ. നമ്മള് കോഫി ഷോപ്പിൽ വെച്ച് പറയട്ടെ, എന്തുണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിന് താഴെയുണ്ട്. ഈ വഴി പോയപ്പോ അങ്ങനെ വിളിക്കാന്ന് വെച്ച് വിളിച്ചതാ. എന്നാ വാ, കേറിട്ട് പോ. ശരി. ഫ്ലാറ്റ് നമ്പർ 5B. വാ വാ. ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ്. കൊള്ളാം. ഓ ചേട്ടാ, ഒരു ഇരിക്ക്. വീക്കെൻഡ് അല്ലേ, അതിന്റെ ചെറിയൊരു ആഘോഷമാണ്. ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ. സാധനം ഞങ്ങളുടെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വരാം. നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവും ബാക്കി സംസാരം. മനീഷ ഇവിടെ ഒറ്റയ്ക്കാണോ? ഓ, ഒറ്റയ്ക്കാണ്. നമ്മളെയൊക്കെ അന്വേഷിച്ച് ആര് വരാനാ? അല്ല, നിങ്ങളെന്താ ആകെ ഓഫായിട്ടിരിക്കുന്നത്? ഏയ് എന്നാ ഇരിക്കവിടെ, ഒന്ന് ഉഷാറാവ്. ഇരിക്കിരിക്കിരിക്ക, വാ. ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ.
സോഡയില്ല ചേട്ടന്മാരെ, വെള്ളം കുഴപ്പമില്ലല്ലോ. ഏയ് കുഴപ്പമില്ല. മനുഷ്യ കഴിക്കുന്നില്ലേ? ആ ഞാനിത് തീർത്ത് കഴിഞ്ഞിട്ട് എടുത്തോളാം. അല്ല ഞാൻ തന്നെ ഒഴിച്ചാൽ. ഐസ് എനിക്ക് ഐസ് വേണ്ട, ഇയാൾക്ക് ചേട്ടനോ? വേണ്ട. വേണം. വെള്ളം ഒഴിക്കാമല്ലോ അല്ലേ? ആ. ഒരു സെക്കൻഡ്, ഞാൻ ദാ വരും. ഹലോ സർ, ഗുഡ് ഈവനിങ്. ആ സർ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. ആ സർ ഞാൻ വിവേകിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല ഹാൻഡ് ഓ ഇന്നോ? അത് ശരിയാക്കി എടുത്തു. ചേട്ടന്മാര് വരുന്നു എന്ന് പറഞ്ഞപ്പോ അജയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു സർപ്രൈസ്. ചേട്ടന്മാരെ cheers.